ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയിട്ടുള്ള ബോണ്ട് ലേക്ക് എന്ന ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് കിടക്കാം. വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ജോഡിയെ അമ്പുപയോഗിച്ച് ആരും മിരട്ടി ഓടിക്കും. അവർ മരിച്ചു പോയതിനു ശേഷം അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് എടുക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ അതേ കാട്ടിലേക്ക് നമ്മുടെ ഹീറോയിനും പോകും. ഹീറോ ഇത്ര കാലം ജോലിക്ക് പോയിരുന്നു, ഇപ്പോൾ അത് നിർത്തി ബുക്ക് എഴുതാൻ പോകുക ആള്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിൻ്റെ തല്ലിൽ വന്ന് വീഴും. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ച് ഇവർ രണ്ടാളും കാടിൻ്റെ നടുവിലെ വീട്ടിലേക്ക് 1 വീക്ക് സ്റ്റേ ചെയ്യാൻ പോകുക. അങ്ങനെ അവിടെ എത്തി രണ്ടുപേരും വന്ന പാടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഇനിയൊരു ടീമും കൂടി ആ വീട്ടിലേക്ക് എത്തി. ഇവർ ഈ വീട് ബുക്ക് ചെയ്തത് ഓൺലൈൻ വഴിയാണ്. അവരും ഈ വീട് ബുക്ക് ചെയ്ത് മറ്റൊരു ആപ്പ് വഴിയാണ്. ഇപ്പം രണ്ടു കൂട്ടരും ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കും. രണ്ടു കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീട്ടിൽ സ്റ്റേ ചെയ്യാന്ന്. അങ്ങനെ രണ്ടു കൂട്ടരും ഇപ്പോൾ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു, ഒരുമിച്ച് കുളിക്കുന്നു, കളിക്കുന്നു. അവർ അവിടെ എൻജോയ് ചെയ്യട്ടെ. ക്യാമറ അങ്ങനെ തന്നെ ആ ലേക്കിന് താഴേക്ക് കാണിച്ചാൽ അവിടെ നിറയെ കാറുകളെല്ലാം മുങ്ങിക്കിടപ്പുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ മറ്റേ പെണ്ണും പരസ്പരം അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പുറത്തെ ഹീറോ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യാൻ റിങ് മേടിച്ചു വന്നിട്ടുണ്ട്. അത് കാറിൽ നിന്ന് എടുക്കാൻ നിൽക്കുന്ന നേരം അവിടേക്ക് മറ്റവൻ വരും. എടാ, ജോഗിങ്ങിന് പോകാൻ നീ വരുന്നുണ്ടോ എന്ന് കേൾക്കും. ഇല്ല, നീ പോയിക്കോ. ഓക്കെ ബായ് എന്നും പറഞ്ഞ് അവൻ പോയി. പിന്നാലെ വീണ്ടും അവൻ ആ റിങ് എടുക്കുമ്പോൾ ടക്കെന്ന് വീണ്ടും ഇവൻ പുറകിൽ നിന്ന് വന്ന് തോണ്ടും. ഷോ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ കണ്ടു നീ റിങ് എടുക്കുന്നത്. നീ പ്രപ്പോസ് ചെയ്യാൻ പോകണോ? അതേടാ, ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകാം. നാളെ മോർണിംഗിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈമിൽ റൊമാൻറ്റിക്കായിട്ട്. ഷോ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഇതെൻ്റെ മുത്തശ്ശിയുടെ മോതിരം, പിന്നെ അമ്മ ഉപയോഗിച്ച് ഇനി ഇതിൻ്റെ അവകാശി എൻ്റെ ലവറാണ്. അന്ന് നൈറ്റ് രണ്ട് ടീമും ഒരുമിച്ച് വെള്ളമടിച്ചിരിക്കാം. അതിൽ പുതിയ വന്ന ജോഡി നമ്മുടെ ഹീറോയിൻ്റെ മുൻപിൽ കുറച്ച് ഓവറായിട്ട് സീനാക്കും. അടുത്ത ദിവസം മറ്റേ പെണ്ണിന് കണ്ണാടിയില്ലാത്ത കാരണം ഒന്നും കാണില്ല. കുളി കഴിഞ്ഞ് അങ്ങനെ തന്നെ വന്നു നിന്ന് അവിടെ വന്ന നമ്മുടെ ഹീറോയിഡ് അവളുടെ ഡ്രസ്സ് എടുത്ത് തരാൻ പറയും. അവനും വേറൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല, അവൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. അവളെന്നെ എനിക്ക് എന്തോ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. പോട്ടെ. ഹീറോ അതെല്ലാം എടുത്തു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് പെണ്ണുങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോൾ കാലത്തെ ഇവള് ടൗല് കെട്ടി കണ്ണാടിയില്ലാത്തതിനെ ഹീറോയെ വിളിച്ച് ഡ്രസ്സ് എടുപ്പിച്ചില്ലേ, ആ വിശേഷം ഇവളോട് പറയും. നീ പേടിക്കൊന്നും വേണ്ട, അവൻ എനിക്ക് ഡ്രസ്സ് എടുത്തു തന്നെങ്കിലും ഞങ്ങൾക്കിടയിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് നാണായിപ്പോയി. ഷോ, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇത്രയും പറഞ്ഞ് അവള് പോകും. ഇത് കേട്ട് ഹീറോയിന് ഒരു മാതിരിയാകും. എന്നാലും അവളൊന്നും പറയില്ല. അതേ നേരം അവിടേക്ക് ഹീറോ എത്തും. നമുക്ക് ഈ വീട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്താലോ? ഇന്ന് വേണ്ടടി, നാളെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. ദുഷ്ടൻ, ഇന്നൊരു ദിവസം കൊണ്ട് അവളെ വളയ്ക്കാൻ വേണ്ടിയാകുമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കും, പക്ഷെ പറയില്ല. അതേ നേരം ഹീറോ നാളെ സൂര്യൻ ഉദിക്കുന്ന സമയം അവളെ പ്രപ്പോസ് ചെയ്യണമെന്നല്ല വിചാരിച്ചിരിക്കുന്നത്. പാവൻ ചെറുക്കൻ. അന്ന് നൈറ്റ് എല്ലാവരും വെള്ളമടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ നിറയെ റൂമുകൾ പൂട്ടിക്കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ എന്ന് പുതിയ ടീം പറയും. നമ്മുടെ ആൾക്കാർക്ക് അത്രയ്ക്കൊന്നും താല്പര്യമില്ല, എന്നിരുന്നാലും അവരും ഓക്കെ പറയും. ആദ്യത്തെ മുറിയിൽ നിറയെ ബൊമ്മകളുണ്ട്. രണ്ടാമത്തെ മുറിയിൽ നിറയെ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ നിറയെ ഫോട്ടോസും ഉണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വന്ന് തങ്ങി കാണാതായ ദമ്പതികളുടെ പേപ്പർ ക്ലിപ്സൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുൻപ് ഒരു ടീമിനെ കാണാതായിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് എല്ലാവർക്കും പേടിയാകും. ഇനി ഈ ഡോർ തുറക്കുന്ന ജോലി വേണ്ട, വാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ എല്ലാവരും ആ മുറി വിട്ട് പുറത്തിറങ്ങി. ഇപ്പോൾ ആ ചെറുക്കം മറ്റൊരു മുറി കാണിച്ച് ആ മുറി ഒന്ന് നമുക്ക് തുറന്ന് നോക്കിയാലോ എന്ന് കേൾക്കും. വേണ്ടടാ, നീ ചുമ്മാ ഇരിക്കേ എന്നൊക്കെ ഇവർ പറയും. നൈറ്റ് ഹീറോയിൻ ബ്രഷ് ചെയ്യുമ്പോൾ അവളുടെ വായിൽ നിന്ന് ബ്ലഡ് വരും. പക്ഷെ അവളത് അത്ര കാര്യമാക്കില്ല. പിറ്റേന്ന കാലത്ത് നൂജൻ ചെറുക്കൻ പുറത്ത് മനസ്സും ശരീരമൊക്കെ ഓപ്പണായിട്ട് കുളിക്കുക. ഇന്നേരം അതുവഴി വന്ന ഹീറോയിൻ, വൃത്തികെട്ടനെ, നിനക്ക് അകത്ത് പോയിട്ടൊന്ന് കുളിച്ചുവിടടാ. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കില്ല. അന്നേ ദിവസം വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോ നാളെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം ഹീറോനെ പ്രപ്പോസ് ചെയ്യാമെന്ന് തീരുമാനമെടുക്കും. എന്നാൽ നൂജൻ ചെറുക്കൻ അവന് മുൻപ് ഇന്ന് തന്നെ റിങ് കൊടുത്ത് ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യും. എനിക്ക് എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് കല്യാണം കഴിച്ചാലോ? നിനക്ക് സമ്മതമാണോ? ഇപ്പോൾ ആ ബോക്സ് തുറന്നു നോക്കിയാൽ അത് നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാൻ കൊണ്ടുവന്ന മുത്തശ്ശിയുടെ റിങ്ങാണ്. ഇത് കണ്ട് ഹീറോയിൻ വാ എന്ന് പറയും. അതേസമയം ഹീറോ ആകെ ഷോക്കാകും. അപ്പം തന്നെ അവനിവനെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകും. എന്താണ് നീ ചെയ്തത്? അത് എൻ്റെ റിങ്ങാ. അയ്യോ സോറിടാ, ഞാൻ പെട്ടെന്ന് പാനിക്കായിപ്പോയി. അവൾ നല്ലൊരു സുന്ദരി പെൺകുട്ടിയാണ്, അവൾക്ക് വേറെ ആരോ ഉണ്ട്. അതറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് ഉറക്കില്ലാതായി. അവളെ എങ്ങനെയെങ്കിലും എൻ്റെ സ്വന്തമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പറഞ്ഞ് കരഞ്ഞു കാണിക്കും. അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാൻ അവൾക്ക് ആ റിങ് നീട്ടി അവളെ സ്വന്തമാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. സോറിടാ, സോറി.
അത് സാരമില്ല, നാളാകുമ്പോഴേക്കും അവളോട് എന്തെങ്കിലും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ആ മോതിരം എടുത്തതാ. അവനും ഓക്കെ പറയും. ഇതിന് പകരമായിട്ട് നമ്മുടെ ഹീറോ ഓൾറെഡി ബുക്ക് എഴുതുക എന്ന പ്ലാനിങ്ങിലാണല്ലോ. നൂജൻ ചെറുക്കൻ ഇതിനു മുൻപ് ബുക്ക് എഴുതി ഫേമസ് ആയ ഒരാളെ അവനറിയാം. അതുകൊണ്ട് ഇവൻ ബുക്ക് എഴുതുകയാണെങ്കിൽ ആ ബുക്ക് അയാളെ കൊണ്ടുപോയി കാണിച്ച് അയാളിൽ നിന്ന് എത്ര സമയം എടുത്താണെങ്കിലും ഫീഡ്ബാക്ക് വാങ്ങിയിട്ട് വരാമെന്ന് പറയും. റിങ്ങിൻ്റെ കാര്യം കുറച്ച് കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോട്ട് ദ പോയിന്റ്. അത് കേട്ടപ്പോൾ നമ്മുടെ ആൾ ഡബിൾ ഓക്കെ. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ് രണ്ടുപേരും അകത്ത് കയറിയപ്പോൾ എന്ത് പറ്റിയെന്ന് രണ്ട് പെണ്ണുങ്ങളും കേൾക്കും. ഒന്നുമില്ല, ഞങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയായിരുന്നു. നമുക്കിന്ന് പുറത്തു പോയാലോ? ഹീറോയിനും നൂജൻ ചെറുക്കനും പുറത്തു പോകാനാണ് താല്പര്യം. ഹീറോയ്ക്കും നൂജൻ പെണ്ണ് വീട്ടിലിരിക്കണം. അങ്ങനെ ഒരു ജോഡി പുറത്തു പോയി, ഒരു ജോഡി വീട്ടിലിരുന്നു. ഇപ്പോൾ പുറത്തു പോയ ഹീറോയിൻ്റെ അടുത്ത് ആ ചെറുക്കൻ ഹീറോയിനെ പറ്റി കുറേ മോശമായ കാര്യങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞ് കൂട്ടി പറയും. അതുപോലെ ഇവിടെ ഹീറോയിൻ്റെ അടുത്ത് നൂജൻ പെണ്ണ് ഹീറോയിനെ പറ്റി കുറേ മോശമായിട്ട് പറയും. പരസ്പരം ഹീറോയിൻ്റെ അടുത്ത് ആ ചെറുക്കനും ഹീറോയുടെ അടുത്ത് ആ പെണ്ണും ഭയങ്കരമായിട്ട് അടുത്തിട്ട് പഴകും. പക്ഷെ വേറെ ഒന്നും സംഭവിക്കില്ല. ഇപ്പോഴാണ് വേറൊരു സംഭവം കാണിക്കുന്നത്. അതായത് ഹീറോയിനും ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് ജോളിയായിട്ട് ഈ വീട്ടിൽ താമസിച്ചിരുന്നവരാണ് നൂജൻ ടീം. അവിടെയുള്ള എല്ലാ മുറികളും ലോക്ക് ചെയ്ത് അവർ വരുമ്പോൾ മറ്റൊരു ഡോറ് വഴി ശബ്ദം ഉണ്ടാക്കാതെ ഇവർ പുറത്തിറങ്ങി. ഇവരൊന്നും പുതിയ ജോഡിയല്ല, അവിടുത്തെ സ്ഥിരം കുറ്റക്കാരാ. നെക്സ്റ്റ് സീനിൽ മഴ പെയ്തുകൊണ്ടിരിക്കാം. പുറത്തു പോയവർ തിരിച്ചു വന്നു. എന്തെത്ര സമയമായെന്ന് ഹീറോ കേൾക്കും. ഒന്നുമില്ല, മഴ പെയ്തു, അതുകൊണ്ടാണ് അവളും പറയും. രണ്ടു പേർക്കിടയിൽ പ്രശ്നങ്ങൾ കണ്ട് ഇവർ സന്തോഷിക്കും. ഹീറോയിൻ്റെ അടുത്ത് പതിയെ നൂജൻ പെണ്ണ് വന്ന് എനിക്കും ഹീറോയ്ക്കിടയിൽ തെറ്റ് സംഭവിച്ചെന്ന് നുണ പറയും. അതുപോലെ ഇപ്പുറത്തെ ഹീറോയുടെ അടുത്ത് നൂജൻ ചെറുക്കൻ വന്ന് ഇതേ സെയിം ഡയലോഗ് അടിക്കും. ഇതൊന്നും പോരാതെ ആ പെണ്ണ് നമ്മുടെ ഹീറോയിന് എന്തോന്ന് ഒരു മെഡിസിൻ കൊടുക്കും. അവളും ഒന്ന് കഴിക്കും. ശേഷം രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച് പിന്നെ രണ്ടുപേരും കൂടി പുറത്ത് ലേക്കിൽ കുളിക്കാൻ പോകും. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാലിൽ എന്തോ ഒന്ന് തടയും. അത് വേറെ ഒന്നല്ല, കാറ. അതുമാത്രമല്ല, കുറേ മൃതശരീരങ്ങളും എല്ലും കഷ്ണങ്ങളും തലയോട്ടുകളും എല്ലാം അവിടെ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും അവൾക്കറിയില്ല. ഇവിടെ ഹീറോ നൂജൻ ചെറുക്കൻ്റെ അടുത്ത് മോതിരത്തെ പറ്റി സംസാരിക്കും. ശേഷം പുറത്തു പോയ ഹീറോയിനെ തേടി അവിടെയൊന്നും അവളെ കാണുവാനില്ല. അവൾ ബാത്റൂമിൽ വന്ന് നമ്മുടെ നൂജൻ പെണ്ണിന്റെ കണ്ണട വയ്ക്കും. ശേഷം അത് അഴിച്ചു വയ്ക്കും. ഹീറോ തേടി അവളെ അവിടെ കണ്ടെത്തും. ഇപ്പൊ രണ്ടുപേരും ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാം. ആ സമയം കറണ്ട് പോകും. അവിടേക്ക് മറ്റവളെത്തും. ഇന്നേരം അവൻ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, നീ പുറത്തു പോകുന്നു പറഞ്ഞ് അവൾ പുറത്തോട്ട് പറഞ്ഞയക്കും. ശേഷം രണ്ടുപേരും തകൃതിയായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാം. അതേ നേരം ഇവർ രണ്ടാളും പുറത്തു നിന്ന് ഇത് കേട്ട് രസിക്കാം. ഇപ്പൊ ഹീറോ പുറത്തു വന്ന് അവളിനോട് വഴക്കുണ്ടാക്കി പുറത്തു പോയി പ്ലീസ് അവളെ എങ്ങനെയെങ്കിലും തടയണമെന്ന് പറയും. ശരി, ഞങ്ങൾ പോയി അവളെ സമാധാനപ്പെടുത്തി കൊണ്ടുവരാമെന്നും ഇവരും പറയും. സത്യത്തിലെ ഹീറോയിൻ താഴെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവർ രണ്ടാളും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ നടന്നു എന്നുള്ളത് നല്ല പോലെ മനസ്സ് തുറന്ന് സംസാരിക്കുവരെ. മറ്റേ ടീമിന്റെ ചതിയുടെ ആദ്യഘട്ടം ഇവർ മനസ്സിലാക്കിയത് ഹീറോയിൻ അവളുടെ കണ്ണട വെച്ച് നോക്കിയില്ലേ, അപ്പോഴാണ്. കാരണം കണ്ണട വെച്ചില്ലെങ്കിൽ അവൾക്ക് കണ്ണ് കാണില്ല എന്ന് അവൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊരു കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു കണ്ണടയാണ്. അതുകൊണ്ട് ആദ്യം നുണ എന്നുള്ളത് അതാണ് അവർക്ക് മനസ്സിലാകും. ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ എന്താ വഴി നടന്ന് നോക്കിയാൽ കാറിൻ്റെ കീ ആണെങ്കിൽ മറ്റവൻ്റെ കയ്യിലാണ്. പോരാത്തിന് അതിലാണെങ്കിൽ ചാർജും ഇല്ല. ഇതൊന്നും പോരാതെ ബാത്റൂമിൽ ക്യാമറ വെച്ചേക്കുന്നതൊക്കെ ഇവർ കണ്ടുപിടിക്കും. ഒരു റൂം മാത്രം അവർ തുറന്നിട്ടുണ്ടായിരുന്നില്ലോ. ഇപ്പം ഇവർ രണ്ടുപേരും അതിൻ്റെ ലോക്ക് പൊട്ടിച്ച് അകത്ത് കയറി ലൈറ്റ് ഓൺ ചെയ്താൽ അവിടെ ഇവർക്ക് ഇഷ്ടപ്പെട്ട നിറയെ സാധനങ്ങളുണ്ട്. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം, ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ CD, ഇവരുടെ പിക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് അവിടെ ഒട്ടിച്ചും വെച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് ഇവർ ഈ വീട് ബുക്ക് ചെയ്തപ്പോൾ തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയ വഴി ഇവരെ പറ്റി A to Z കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനവും ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ നിറയെ ക്യാമറ ഈ വീട്ടിൽ ഫിറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ മുറിയിലിരുന്ന. ഇതൊന്നും പോരാതെ മുൻപേ ഇവിടെ വന്ന എല്ലാ ജോഡികളുടെയും വീഡിയോ അവരവരുടെ പേരെഴുതി സെറ്റാക്കി വെച്ചിരിക്കുന്നു. വല്ലാത്ത ജാതി സൈക്കോകൾ തന്നെ അവർ. ഇതെല്ലാം കണ്ട് ഇവരാകെ ഷോക്കാകും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അതിനു മുമ്പ് വീഡിയോ റെക്കോർഡായിരിക്കുന്ന ഈ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കണമെന്നും പറഞ്ഞ് അവൻ താഴെയിട്ട് അത് പൊട്ടിക്കാൻ നോക്കും. ഇതേ ടൈം അവിടേക്ക് ആ സൈക്കോകൾ എത്തും. ഇതെല്ലാം പൊട്ടിക്കേണ്ട ആവശ്യമില്ല, ഡാറ്റ എല്ലാം എപ്പോഴേ ഞങ്ങൾക്ക് കിട്ടി ബോധിച്ചു. നീയൊക്കെ എന്തിനാടാ ഇതുപോലെയുള്ള വൃത്തികേട് ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് ആഴം മനസ്സിലാക്കാനാണ് ഇത് ചെയ്തത്. പക്ഷേ നിങ്ങൾ ജയിച്ചു. ഇതുപോലത്തെ എത്ര ജോഡികൾ നിങ്ങൾ അടിച്ചു പിരിച്ചു വിട്ടിട്ടുണ്ട്? 6 ജോഡികൾ. 6 ജോഡിയും ഞങ്ങളുടെ ഈ പരീക്ഷണത്തിൽ തോറ്റുപോയി. ഞങ്ങളുടെ കാർ കീത്ത, ഞങ്ങൾക്ക് പോകണം. ശരി, നിങ്ങൾക്ക് പോയിക്കോ. പക്ഷേ ഞങ്ങളെ പറ്റി പുറത്ത് പറയാൻ പാടില്ല. ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ കാർ കീതാ. ശരി, ദാ. അങ്ങനെ ആ കീ മേടിച്ച് കാർ എടുത്ത് പോകാൻ നോക്കിയാൽ കാറിൽ 6% ചാർജ് കയറിയിട്ടുള്ളൂ. അപ്പോഴേക്കും മറ്റവർ അതിൻ്റെ പ്ലഗ് ഉരുവിട്ടിട്ടുണ്ടായിരുന്നു. 6% ചാർജും കൊണ്ട് ഏകദേശം 2-3 കിലോമീറ്റർ പോകാനേ പറ്റുള്ളൂ. സാരമില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയെന്ന് ഹീറോയിൻ പറയും. അങ്ങനെ അവൻ കാർ എടുക്കാൻ നേരം വീണ്ടും സൈക്കോ ചെക്കൻ വന്ന് ഹീറോയിൻ്റെ കൂടെ ഒന്നായി ഞാൻ ഇരുന്നു എന്ന് പറയും. പക്ഷെ നമ്മുടെ ഹീറോ അത് വിശ്വസിക്കില്ല. വണ്ടി എടുത്ത് ഇവർ പോകാൻ നേരം
ടക്കെന്ന് വേറെ വണ്ടി വന്നിടിക്കും. ഇതോടെ ഇവർ രണ്ടാളുടെയും ബോധം പോകും. ആ വണ്ടി ഇടിച്ചത് മറ്റാരല്ല, സൈക്കോ പെണ്ണ. മയക്കത്തിൽ നിന്നിട്ട് ഇവർ കാണുന്നത് ഇവരുടെ കൈയെല്ലാം ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന. ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ആൽബം കൊടുക്കും. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്, എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ ഒരു ഫൺ. ഇത്ര വർഷം പ്രേമിച്ചു നിന്ന് ഈ ഒരാഴ്ച എവിടുന്നോ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളിലുണ്ടായിരുന്ന വിശ്വാസമില്ലാതായപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രേമവും ഇല്ലാതെ. പക്ഷെ ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്കിടയിൽ ആരൊക്കെ വന്നാലും ആ സ്നേഹവും വിശ്വാസം എപ്പോഴും ഞങ്ങൾക്കിടയിലുണ്ടാവും. സംശയമുണ്ടെങ്കിൽ ആ ആൽബം നോക്ക്. ഇതും പറഞ്ഞ് അവരുടെ മൊബൈലെല്ലാം സൈക്കോകൾ കത്തിക്കും. ഇന്നേരം അവർ ആൽബം തുറന്നു നോക്കിയാൽ ഇതിനു മുൻപ് ഇവിടെ താമസിച്ച ജോഡികളെ കൊല വിളിച്ച ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ഫാമിലി ഫോട്ടോയും ഉണ്ട്. അച്ഛനും അമ്മ, ചേട്ടൻ, അനിയത്തി, 4 പേര് ചേർന്ന നല്ലൊരു കുടുംബം. അതിൽ ചേട്ടനും അനിയത്തിയാണ് ഈ സൈക്കോകൾ. ഇനിയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം. ഇവർ ചേട്ടനും അനുജയും ഒരുമിച്ച് കളിക്കുന്നതും അത് വീഡിയോ എടുക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യം അവർക്ക്. പക്ഷേ ഇവർ കുറച്ച് ഓവറായിട്ട് എടുക്കും. അവർ രണ്ടാളും തമ്മിൽ ഇഷ്ടത്തിലാകും. അത് അച്ഛനും അമ്മയും കാണും, അത് അവർ വിലക്കും. ഇത് പക്ഷെ സൈക്കോകൾക്ക് ഇഷ്ടാവില്ല. ഇവർ രണ്ടാളും അച്ഛൻ്റെയും അമ്മയുടെയും കഥ കഴിക്കും, അവരുടെ ലവിനെ എതിർത്തതിനാൽ. ഇതിലെല്ലാത്തിനും ശേഷം ആരൊക്കെ ലവ് ചെയ്യുന്നോ അവരുടെ എല്ലാം ലവ് ഇവർ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ലവിനേക്കും വളരെ ആത്മാർത്ഥതയും സത്യസന്ധമായ സ്നേഹം ഇവരുടേതാണെന്ന് ഇവർ പ്രൂവ് ചെയ്യും. ഇതാണ് ഈ സൈക്കോകളുടെ ജോലി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു സ്നേഹം തോന്നി സൈക്കോകൾ രണ്ടും മറ്റൊരു മുറിയിലേക്ക് പോയി. ഇതേ ടൈമിൽ ഇവർ രണ്ടാളും കയ്യിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ടേപ്പ് എടുത്ത് കളയാൻ നോക്കി. അതേ നേരം സൈക്കോകൾ മറ്റു മുറിയിലിരുന്ന് ഇവരെന്താ കാണിക്കുന്നതെന്ന് ക്യാമറ വഴി ചെക്ക് ചെയ്യും. അവർ എപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നോ ആ കറക്റ്റ് ടൈമിൽ ഇവരവരെ അറ്റാക്ക് ചെയ്യും. അതാണ് ഇതുവരെ വന്ന ജോഡികളോട് ഇവർ കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് നോക്കിയിട്ട് വാച്ച് ചെയ്തിരിക്കുക സൈക്കോ ടീം. അവർ കയ്യിൽ ഒട്ടിച്ചിരുന്ന ടേപ്പ് പൊട്ടിച്ച് ഓടാൻ നേരം ഇവർ അവിടേക്ക് എത്തും. ഹീറോയിൻ ഓടി അടുക്കളയുടെ അവിടെ എത്തി. ഇപ്പോൾ അവിടെ വെച്ച് ഹീറോയിനും സൈക്കോ പെണ്ണും ഫൈറ്റ് നടക്കും. രണ്ടുപേരും കത്തിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ 2 പേരെ കൊണ്ടും അതെടുക്കാൻ സാധിക്കില്ല. ഈ നേരം ഹീറോയിൻ കയ്യിൽ കിട്ടിയ ഒരു സാധനം വെച്ച് സൈക്കോ പെണ്ണിന്റെ കണ്ണിൽ നോക്കിയൊരു കുത്തു കൊടുക്കും. ഇതോടെ അവൾക്ക് കണ്ണ് ഭയങ്കരമായിട്ട് വേദനയായി. ഹീറോയിന്റെ കൈയാണെങ്കിൽ മുറിയും ചെയ്യും. ഇപ്പുറത്ത് സൈക്കോ ചെറുക്കൻ ഹീറോയെ തേടി അവിടെ മൊത്തം നടക്കും. പക്ഷെ അവനെ കണ്ടെത്താനാകില്ല. ഇവള് കയ്യിൽ ഒരു ടവല് വെച്ച് കെട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കും. സൈക്കോ പെണ്ണ് കയ്യിലൊരു വാളുമായിട്ട് അവളെ തേടി നടക്കും. ആ പോകുന്ന വഴി ഹീറോയിന് ഒരു കോടാലി കിട്ടി. അത് കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ ഇവളുടെ മുൻപിൽ സൈക്കോ ചെറുക്കൻ വന്നു നിൽക്കും. എന്താടി ഇത് വെച്ച് എന്നെ വെട്ടാൻ നോക്കണം? ശരി, നിനക്ക് ഞാനൊരു ചാൻസ് തരാം. 1 2 3 എന്ന് പറയുമ്പോൾ നീ കറക്റ്റായിട്ട് എൻ്റെ തല നോക്കി വെട്ടണം. വെട്ടിയില്ലെങ്കിൽ ഞാൻ അകത്ത് പോയിട്ട് നിന്റെ ആളെ കൊല്ലും. ശരി, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 2 3. വെട്ട് വെട്ട് വെട്ട്. പക്ഷെ അവൾ വെട്ടില്ല. നിന്റെ കയ്യിൽ കോടാലി ഉണ്ടെങ്കിലും വെട്ടാനുള്ള ധൈര്യമൊന്നും നിനക്കൊന്നുമില്ല. അതൊക്കെ മിടുക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഞാൻ ഒരു ചാൻസും കൂടി തരാമെന്ന് പറഞ്ഞ് 1 2 3 എന്ന് കൗണ്ട് ചെയ്യും. 3 എന്ന് പറഞ്ഞ ഉടനെ കോടാലി ഉപയോഗിച്ച് അവൾ വീശും. പക്ഷെ അതിനു മുമ്പ് അവൻ അവൻ്റെ തല മാറ്റി. ഓ സൂപ്പർ, ധൈര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്, ഗുഡ്. ഇത്രയും പറഞ്ഞ് അവൻ ആ കോടാലി പിടിക്കും. ഇതോടെ എല്ലാത്തിനും തീരുമാനമായെന്ന് വിചാരിച്ച അവളുടെ കാല് വെച്ച് അവൻ്റെ മർമ്മം നോക്കി ഒന്ന് കൊടുത്തു. അവിടുന്ന് എസ്കേപ്പ് ആവും. പിന്നാലെ ഇവനും നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കോടാലി എടുത്ത് പായും. ലാസ്റ്റ് ആ കോടാലി ഒരു മരത്തിൽ കൊത്തിവെച്ച് അവൻ മരം മറക്കുന്ന മെഷീൻ എടുക്കാൻ പോകും. ഇപ്പുറത്തെ സൈക്കോ പെണ്ണ് ഹീറോയെ തേടി നടക്കുക. അവൻ ആ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞു നിൽക്കും. ഒരു ഘട്ടത്തിൽ 2 പേരും മീറ്റ് ചെയ്യും. അവിടെ ഒരു ഫൈറ്റ് നടക്കും. അതിൽ 2 പേരും അട്ടിച്ചടിച്ച് താഴെ വീഴും. ശേഷം സൈക്കോ പെണ്ണ് ഒരു കത്തി കൊണ്ടുവന്ന് അവൻ്റെ തൊടയിൽ ചക്കെന്ന് കുത്തിയിറക്കി. വേദന കൊണ്ട് അവൻ വാവിട്ട് കരയും. ഇപ്പൊ അവൻ്റെ കാല് വെച്ച് ഓങ്ങി ഒരു ചവിട്ട് അവൾക്ക് കൊടുക്കും. ഇതോടെ അവൾ മയങ്ങി വീഴും. അവൻ കാലിലെ കത്തി ഊരി മാറ്റി ഞെണ്ടി പുറത്തിറങ്ങി. കാട്ടിലെ ഹീറോയിനെ തേടി നടക്കുക സൈക്കോ ചെറുക്കൻ. വില്ലത്തെ മയക്കത്തിൽ എഴുന്നേറ്റ് നോക്കിയാൽ ഹീറോയെ കാണാനില്ല. ഉടനെ അവള് അവിടെ ഇറ്റിട്ട് വീണ ബ്ലഡ് ഫോളോ ചെയ്ത് നടന്നിങ്ങി. ഇപ്പുറത്തെ ഹീറോയിൻ വില്ലന്റെ ശ്രദ്ധ തിരിച്ച് വീണ്ടും കോടാലി വെച്ച ഭാഗത്ത് വന്ന് കോടാലി എടുക്കും. വില്ലെത്തി ബോട്ട് നിൽക്കുന്ന ഭാഗം വരെ എത്തും. ഹീറോ അതിന് തൊട്ട് താഴെ ഒളിഞ്ഞിരിക്കുന്ന വിവരം അവൾക്കറിയില്ല. ഇപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയ കമ്പി വെച്ച് അവളുടെ കാലിൽ കുത്തിയിറക്കി. ഇതോടെ വേദന കൊണ്ട് അവൾ കരഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. ഇനി പെട്ടെന്നൊന്നും എഴുന്നേറ്റ് അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഹീറോയിനെ തേടി നടക്കും. ആ ടൈമിൽ അവൻ്റെ മുൻപിൽ സൈക്കോ ചെറുക്കൻ മരം മുറിക്കുന്ന മെഷീനായിട്ട് വന്നു നിൽക്കും. കണ്ടട നീ, നിന്റെ ഗേൾ ഫ്രണ്ടിനോട് ഒരു സ്നേഹമില്ല, അവൾ എപ്പോഴും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി, ഇതൊന്നും ശരിക്കുള്ള ലവ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ അറക്കാൻ വരുമ്പോൾ ബാക്കിലൂടെ വന്ന ഹീറോയിൻ കോടാലി വെച്ച് ചക്കുന്ന തല ഒറ്റ വെട്ട്. അതോടെ അവൻ്റെ കഥ തീരും. ഇതൊന്നും പോരാതെ ഓൾറെഡി മെഷീൻ അവൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കയറുന്ന അവൻ്റെ ശരീരത്തിൽ വീണ മെഷീൻ അവൻ്റെ ശരീരം അങ്ങ് അറുത്ത് മുറിച്ചെടുക്കും. ചോര ചീറ്റടിച്ചു. നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് അവർ പറയും.
കാറിൽ ചാർജ് ഇല്ലാത്ത കാരണം ബോട്ട് മാർഗം ഇവിടുന്ന് പോകാമെന്ന് അവർ തീരുമാനമെടുക്കും. അങ്ങനെ ഇവർ ബോട്ടിൽ കയറി പോകാൻ നിൽക്കുന്ന നേരം വില്ലത്തി കത്തിക്കൊണ്ട് ബോട്ടിലേക്ക് ചാടി. നമ്മുടെ ഹീറോയുടെ കയ്യിൽ കോടാലിയുണ്ട്, പക്ഷെ പേടിച്ചിട്ട് അവൻ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഹീറോയിൻ ടക്കെന്ന് വണ്ടി തിരിച്ചു. വില്ലത്തി വെള്ളത്തിൽ വീഴും. ശേഷം വീണ്ടും ബോട്ടിൽ കയറാൻ നോക്കുമ്പോൾ അവളുടെ കൈ ശരിക്കും കാണാം. അതിൽ അവന്റെ മുത്തശ്ശിയുടെ റിങ്ങുണ്ട്. ഇതാണ് റിങ് മേടിക്കാനുള്ള കറക്റ്റ് ടൈമെന്ന് വിചാരിച്ച് കോടാലി ഉപയോഗിച്ച് ആ വിരലുകൾ വെട്ടിയെടുക്കും. ഇതോടെ വീണ്ടും അവൾ വെള്ളത്തിലേക്ക് വീഴും. അവളെ വെറുതെ വിടാൻ പാടില്ലെന്ന് കരുതി ബോട്ടിലെ എഞ്ചിൻ്റെ അവിടെ ഒരു ഫാൻ ഉണ്ടായിരിക്കില്ലേ, അതിൽ അവളെ അരച്ചെടുക്കണമെന്ന് തീരുമാനിക്കും. അങ്ങനെ കറക്റ്റ് ബോട്ടിൽ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നീക്കിയതും ആ ഫാനിൽ അവളുടെ മുടി കുടുങ്ങി. അങ്ങനെ മെഷീനിൽ കുരുങ്ങി അവളുടെ കഥ അവസാനിക്കും. അവിടെ മുഴുവൻ ചോര പുഴ ഒഴുകി. ഇവർ ബോട്ടെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. നട്ട പാതിരാത്രിക്ക് വില്ലത്തിയുടെ വെട്ടിയ വിരലുകൾ അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് മോതിരം ഊരി ഹീറോയിന്റെ കയ്യിൽ ഇട്ട് കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യും. അവളും സമ്മതമോളും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബൈ.